ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ചുരിദാർ കട്ട് നൈറ്റി ഫ്രോക്കിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലേ നൈറ്റി ഫ്രോക്ക്. വീട്ടിലിടാൻ ഇനി ചുരിദാറോ നൈറ്റിയോ ഒന്നും വേണ്ട, നൈറ്റി ഫ്രോക്ക് മതി. വീട്ടിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നടക്കാം. തയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഈ മോഡൽ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ബിറ്റ് വാങ്ങിയിട്ട് അജ്രക്കിന്റെ ഇതുപോലുള്ള യോക്ക് പാച്ചസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്ലെയിൻ മെറ്റീരിയല് ഈ യോക്ക് പാച്ചസ് കൊടുത്താൽ നമ്മളെ ഫ്രോക്കിന് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ കിട്ടും. ലെങ്ത് വരുന്നത് 44, ചെസ്റ്റ് സൈസ് വരുന്നത് 34. ഈ അളവിലുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. തുണിയെ നമുക്ക് 4 മടക്കാം. ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. ആദ്യം തന്നെ വീതിക്ക് മടക്കാം, അതിനുശേഷം നീളത്തിൽ മടക്കിയെടുക്കണം. മനസ്സിലായല്ലോ, ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഈ മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും മേൽഭാഗത്തും മടക്ക് വശം വരണം. ഇതൊരു 3 മീറ്ററിന്റെ നൈറ്റി ബിറ്റാണ്. എന്നാലും നമുക്ക് ലെങ്ത്തിൽ എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് 56.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ വീതി 17 ഇഞ്ച്. അപ്പൊ ടോട്ടൽ 34 ഇഞ്ച്. നമുക്ക് വേണ്ട ലെങ്ത് 44 ഇഞ്ചാണ്. നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മേൽഭാഗം, അതായത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എ ലൈനായിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം രണ്ടാമത്തെ ഭാഗം അത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. അങ്ങനെ 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 44 ഇഞ്ച്. മേൽഭാഗത്ത് എ ലൈനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് 35 ഇഞ്ചാണ്. താഴെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് 9 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ 44 ഇഞ്ച്. 35ന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. മേൽഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യാനും 1/2 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് പാർട്ട് 36 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് പാർട്ടാണ്. അതിൽ ടോട്ടൽ ഇനി വരുന്നത് 20.5 ഇഞ്ചാണ്. ഈ 1/2 ഇഞ്ച് നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി 20നെ നമുക്ക് 2 പാർട്ടാക്കണം. അപ്പോൾ 10, 10 അങ്ങനെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു താഴത്തെ പാർട്ടിന്റെ ലെങ്ത് വരുന്നത് 9 ഇഞ്ചാണെന്ന്. ഈ 9 ഇഞ്ചിന്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പോൾ 10 ഇഞ്ച്. അപ്പൊ 10 ഇഞ്ചിന്റെ 2 പാർട്ടാക്കി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ഇഞ്ചിന്റെ 4 പീസുകൾ കിട്ടും. ഇനി നമുക്ക് മെഷർമെന്റുകൾ നോക്കാം. ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ പകുതി 6.5ഉം അത് തന്നെയാണ് നമ്മൾ ആം ഹോളും എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിന്റെ 4/1 ഭാഗം കാണണം. കാരണം തുണി നമ്മളുടെ 4 ആക്കിയാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ 8.5 അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അടുത്തതായിട്ട് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 12 ഇഞ്ചാണ്. ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് 18 ഇഞ്ച്. ഷോൾഡറിൽ നിന്നും 18 ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തെ വണ്ണം നോക്കാം.
ചെസ്റ്റിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്താണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 7.5. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ഈ ഭാഗത്തെ വണ്ണം 40 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം, അപ്പോൾ 10 ഇഞ്ച്, കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ലൂസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് നമുക്ക് 40 ഇഞ്ച് കിട്ടിയത്. ഇനി നമുക്ക് ഹിപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരെ എൻഡിലെ കോർണറിലേക്ക് ടേപ്പ് ഇതുപോലെ വെച്ചുകൊടുത്ത് മാർക്ക് ചെയ്യണം. ആ സൈഡിൽ താഴെ നിന്ന് മേലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആ സൈഡിൽ ഒരു 3 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഷേപ്പിന്റെ അവിടെ നിന്നായാലും നമുക്ക് താഴേക്ക് മാർക്കിംഗ് കൊടുക്കാം, കുഴപ്പമില്ല. അതായത് ഹിപ്പ് ലെങ്ത്തും ഹിപ്പ് റൗണ്ടും മാർക്ക് ചെയ്യാതെ തന്നെ ഷേപ്പ് ലെങ്ത്തും ഷേപ്പ് റൗണ്ടും മാർക്ക് ചെയ്തിട്ട് ഷേപ്പിന്റെ അവിടെ നിന്ന് നേരെ താഴെ കോർണറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. മേൽഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അവിടുന്ന് താഴേക്ക് 6 ഇഞ്ചാണുള്ളത്. അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കോർണറിൽ നിന്നൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെസ്റ്റിലേക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം ആം ഹോൾ കർവ് വെച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ പോയിന്റിലൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്ക് ആം ഹോളാണ്. ഇനി ഫ്രണ്ട് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വേണം ഫ്രണ്ട് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാൻ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ലൈനിലൂടെ മാത്രം കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്ക് നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അവിടെ നിന്ന് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് പീസ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് സെന്ററിലൂടെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇതുപോലെ തന്നെ യോക്ക് പീസിലും നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് രണ്ടിൻ്റെയും സെന്റർ ഭാഗം ഒരുമിച്ച് വെച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് നമുക്ക് ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കി വെച്ച് കൊടുക്കാം. മേൽഭാഗത്തെ വേണ്ട, ബാക്കി 3 സൈഡും മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളെ യോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോകാതെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ കോർണറിൽ എത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് വെക്കാം. അതിനുശേഷം തുണി ടേൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇനി മറ്റേ കോർണർ എത്തുമ്പോഴും ഇതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ച് തുണി നമുക്ക് ടേൺ ചെയ്ത് കൊടുത്തിട്ട് ഫൂട്ട് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതാണ് നമുക്ക് ബാക്കി വന്നിട്ടുള്ള പീസ്. ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് 2 മെഷർമെന്റ് ആണ്. സ്ലീവിന്റെ ലെങ്ത്തും പിന്നെ നമ്മളെ കൈയുടെ വണ്ണവും. കൈവണ്ണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഈ ഭാഗം ആം ഹോൾ കർവ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ ഭാഗം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. മേലെ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി വെച്ചിട്ടാണ് മെഷർമെന്റ് എടുത്തത്. കാരണം ആ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ചിങ്ങിനുള്ളതാണ്. എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.5 8 എടുത്താലും കുഴപ്പമില്ല, കൂടിക്കഴിഞ്ഞാലും കൈവണ്ണം കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. മേലെ മടക്ക് വശമുണ്ടല്ലോ, ആ ഭാഗത്താണ് സ്ലീവിന്റെ ലെങ്ത് നമ്മൾ നോക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഇഞ്ചാണ്. ഇനി നേരത്തെ കിട്ടിയ 8.5 ഉണ്ടല്ലോ, അത് ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം മേൽഭാഗത്ത് നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതിന്റെ സെന്ററിലൊരു മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് എടുത്തിട്ട് ഇതുപോലെ ഈ ലൈനിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സെന്റർ പോയിന്റ് വരെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം സെന്റർ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 1/4 ഇഞ്ചിലാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാണ് സ്ലീവിന്റെ താഴ്ഭാഗത്തെ റൗണ്ട് വരുന്നത്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് മാർക്കിംഗ് കൊടുക്കുന്നില്ല, കാരണം അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം സ്ലീവിന്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി സ്ലീവ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് മേൽഭാഗത്ത് നമുക്ക് ഒരു കട്ടിട്ട് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ്. ഇതുപോലെ രണ്ടാക്കി മടക്കി വെക്കാം. രണ്ടാക്കി മടക്കി വെക്കുമ്പോൾ ഇതിന്റെ വീതി വരുന്നത് 5 ഇഞ്ചും നീളം വരുന്നത് 6.5 ഇഞ്ചുമാണ്. ഇനി ആദ്യം തന്നെ നമുക്ക് നമ്മളെ കഴുത്തിന്റെ അകലം മാർക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ കഴുത്തിന്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ്. നമ്മൾ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇതിന് ചുറ്റും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിന്റെ നല്ല സോഫ്റ്റായ ഭാഗമാണ് നമ്മൾ തുണിയിൽ വെച്ച് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി സോഫ്റ്റ് അല്ലാത്ത ഹാർഡായിട്ടുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാലൻസ് വന്ന പീസിൽ നിന്ന് ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് ഇതിൽ ക്യാൻവാസിനെ അയൺ ചെയ്തെടുക്കണം. ഈ ലെങ്ത് മതിയാവില്ല, അപ്പോൾ നമുക്ക് ഒരു പീസ് കൂടി വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തുണിയുടെ മോശം ഭാഗത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ടത്. ക്യാൻവാസിന്റെ നല്ല ഭാഗം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം, അതാണ് തുണിയിൽ വെച്ച് അയൺ ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ക്യാൻവാസിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു മീഡിയം ചൂടിൽ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചുറ്റും ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ക്യാൻവാസ് ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിട്ട് സെന്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും നമുക്ക് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ രണ്ടായി മടക്കി വെച്ചിട്ട് സെന്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ സെന്റർ നോക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിന്റെ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ക്യാൻവാസിൽ കൊള്ളണ്ട, അരികിലൂടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മേലിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പിൻ ചെയ്ത് നമുക്ക് സെക്യൂർ ആക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ആ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ നോക്കണം. നെക്ക് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് ഇടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കാം. ശേഷം നമുക്ക് നെക്കിന്റെ അരികിലൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉൾഭാഗത്തായിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ ക്യാൻവാസിന്റെ അരികിലൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം. നെക്കിന്റെ അകലം ഞാൻ എടുക്കുന്നത് 2.75 അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ഇനി ലെങ്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഈ ബോക്സിനകത്ത് നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസ് വെച്ചിട്ടോ ക്രോസ് പീസ് വെച്ചിട്ടോ അല്ല. ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണിത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. ഈ പീസിന്റെ നീളം വരുന്നത് 5.5 ഇഞ്ചും വീതി വരുന്നത് 8 ഇഞ്ചുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ 3 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ പീസിന്റെ നല്ല ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇനി ഈ പീസിന്റെ നല്ല ഭാഗവും ബാക്ക് പീസിന്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചു കൊടുക്കാം. ശേഷം ബാക്ക് പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1/4 ഇഞ്ചില് നെക്കിന് ചുറ്റും ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉൾഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നെക്കിന് ചുറ്റും നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നെക്കിന്റെ ഉൾഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ നെക്കിനെ ഉള്ളിലേക്ക് തിരിച്ചിടുന്നില്ല. അതെല്ലാം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പീസിന്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ നമ്മൾ വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ബാക്ക് പീസിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പീസ് കൊണ്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പൊതിഞ്ഞെടുക്കാം.
അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ബാക്ക് പീസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ബാക്ക് പീസിനോട് ചേർത്ത് വെക്കുക. അതിനുശേഷം ബാക്ക് പീസ് കൊണ്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം. മേൽഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ശേഷം നമുക്ക് ഇതുപോലെ 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ നമ്മളിവിടെ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ ഈ 2 സൈഡിലും ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ നെക്ക് തിരിച്ചിടുമ്പോൾ ആ ഭാഗം ഒന്ന് ബൾജ് ചെയ്തിരിക്കും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബോഡി പാർട്ടിനെ ഓപ്പൺ ചെയ്ത് വെക്കാം. അതിന്റെ മേലേക്ക് നമുക്ക് സ്ലീവിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കാം. അതായത് നല്ല ഭാഗം ചേർത്ത് വെക്കാം. നമ്മളവിടെ കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സെന്റർ ഭാഗത്തു നിന്ന് വേണം തുടങ്ങാനായിട്ട്. അവിടെ നിന്നും ആദ്യം ഒരു സൈഡിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെയും സെന്റർ ഭാഗത്തു നിന്ന് തുടങ്ങി അപ്പുറത്തെ സൈഡിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലീവിന് ഞാനൊരു 2.5 ഇഞ്ചും കൂടി ലെങ്ത് വരുന്ന ഒരു പീസ് കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴ്ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നീട് ഒരു 1/2 ഇഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനങ്ങനെ ചെയ്യുന്നില്ല, കാരണം അത് തേരുവശമായതുകൊണ്ട് അവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി സ്ലീവിന് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 1/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 1 ഇഞ്ച് നീക്കിയാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവിന്റെ അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ ഒന്നും കൂടി മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സൈഡ് നമുക്ക് ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ മറ്റേ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഒരു 3 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ സൈഡ് നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അടുത്തതായിട്ട് വരുന്നത് നമ്മൾ നൈറ്റി ഫ്രോക്കിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. അതായത് താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 4 പീസുകൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ഇഞ്ച് നീളം വരുന്ന 4 പീസുകൾ.
ഇനി ഈ 4 പീസുകളെയും ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒറ്റ പീസാക്കി എടുക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ 2 പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതുപോലെ 1/4 ഇഞ്ച് മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു അറ്റത്ത് നിന്ന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം. നല്ല ഭാഗത്താണ് പ്ലീറ്റ്സ് ഇടേണ്ടത്. ഇതുപോലെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കി വെക്കാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചും കൂടി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചു കൊടുക്കാം. എന്നിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം ഫൂട്ട് താഴ്ത്തിയിട്ട് അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫൂട്ട് പൊന്തിച്ച് വെക്കാതെ തന്നെ ഉള്ളിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം. ഇനി പ്ലീറ്റ്സിന്റെ സൈസ് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. വലിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിത് ഫുള്ള്, അതായത് 4 പീസും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിന്റെ നല്ല ഭാഗവും പ്ലീറ്റ്സിന്റെ നല്ല ഭാഗവും ചേർന്ന് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മളൊരു സൈഡിൽ 3 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഒരു സൈഡിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഇനി നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സിൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ചിന്റെ മേലിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. 3 ഇഞ്ച് നമ്മൾ മേലെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടല്ലോ, അതിനോട് കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്ലീറ്റ്സുകളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ 2 ടക്കിട്ട് കൊടുക്കാം. കൂടാതെ നെക്കിന് ചുറ്റും ഞാൻ കുഞ്ഞു മിറേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.